പത്തനാപുരം മുൻ MLA എ ജോർജിന്റെയും ജ്യേഷ്ഠന്റെ മകൻ എബിയുടെ വീട്ടിലും സമീപത്തെ ശിവന്റെ പെട്ടിക്കടയിലും മോഷണം. കഴിഞ്ഞ 2.5 വർഷമായി അടഞ്ഞുകിടന്ന പരേതനായ എ ജോർജിന്റെ വീട്ടിലെയും സമീപത്തെ സ്റ്റോറിലെയും കതകിന്റെ പൂട്ടുകൾ തകർത്ത് ഒട്ടുപാലും മുറിക്കുള്ളിൽ നിന്നും വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും അപഹരിച്ചു. ഞാൻ രാവിലെ 5:30 ആയപ്പം നമ്മുടെ വീട്ടിൽ വന്നു, ടാപ്പിങ്ങിനായിട്ട് വന്നതാണ്. അപ്പം ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ കതകെല്ലാം തുറന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. ഒട്ടുപാല് കിടന്ന പെരയെല്ലാം തുറന്നിട്ടിരുന്നു. പൂട്ടുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. വീടിൻ്റെയും കളിയലിൻ്റെയും പെരകളെല്ലാം പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഭയന്ന് പോയി. അന്നേരം ഇതെന്താണെന്ന് സംഭവിച്ചതെന്ന് വിചാരിച്ചു. പിന്നെ അകത്ത് കയറി നോക്കുമ്പോഴാണ് സംഭവങ്ങളെല്ലാം അറിയുന്നത്. ഉടനെ തന്നെ എൻ്റെ മുതലാളിയെ വിളിച്ചു അറിയിപ്പിച്ചു. അവർ വന്നു. പിന്നെ പത്തനാപുരത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിപ്പിച്ചു. അവിടുന്ന് ആൾക്കാർ വന്നെല്ലാം നോക്കി. പിന്നെ MLA സാറിൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം വന്ന് നോക്കി കേസെടുത്തു പോയി. പിന്നെ പൂട്ടൊക്കെ പൊളിച്ച് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. പിന്നെ എല്ലാം ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടു റെഡിയാക്കി. പിന്നെ നമ്മൾ അയ്യത്ത് നിന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആൾക്കാർ അത് വഴി കയറി വരും. വരുമ്പോൾ എവിടെ പോയെന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണ്, ആറ്റി വന്നതാ എന്ന് പറയും. ഇച്ചിരി വിശ്രമിക്കാൻ ഇങ്ങോട്ട് കയറിയതാ, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പേ 2 പേര് പരിചയമില്ലാതെ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോകുമായിരുന്നു. നമ്മൾ ഒന്നും പറയാൻ നിന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും പോലീസിൽ അറിയിപ്പിച്ചിട്ടുണ്ട്. ആരാ മീൻ പിടിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ആരാ മോഷണത്തിന് വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പല വേഷത്തിലാണ് വരുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ജോർജിന്റെ സഹോദരപുത്രൻ എബിയുടെ വീട്ടിൽ നിന്നും റബ്ബർ ഒട്ടുപാൽ കവർന്നു. സമീപത്തായുള്ള ശിവന്റെ പെട്ടിക്കടയിൽ നിന്ന് പണവും സിഗരറ്റ്, ബീഡി, കുപ്പിവെള്ളം, സോഡ എന്നിവയും കവർന്നു. കല്ലട ആറിനോട് ചേർന്നുള്ള വീടുകളിലും പെട്ടിക്കടയിലുമാണ് മോഷണം നടന്നത്. പകലും രാത്രിയിലുമായി മീൻ പിടിക്കാൻ എന്ന പേരിൽ നിരവധി പേർ എത്താറുണ്ട്. മുൻ MLA എ ജോർജിന്റെ വീട്ടിൽ 2.5 വർഷം മുമ്പ് ഭാര്യ റൂബിയുടെ മരണത്തോടെ വീട് അടഞ്ഞുകിടക്കുകയാണ്. വർഷങ്ങളായി ഈ തൊഴിലാളിയായ വിജയൻ പകൽ സമയങ്ങളിൽ ഇവിടെ ഉണ്ടെങ്കിലും രാത്രിയിൽ ഇവിടെ തങ്ങാറില്ല. കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് എ ജോർജിന്റെ ബന്ധു കൂടിയായ പാക്കാട് തോപ്പിൽ വീട്ടിൽ സണ്ണിക്കുട്ടിയുടെ ആൾതാമസമില്ലാതെ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന 300 കിലോയോളം റബ്ബർ ഒട്ടുപാൽ മോഷണം പോയിരുന്നു. മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എ ജോർജ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആദ്യകാല നേതാവാണ്. പത്തനാപുരം SI ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി.